രാവിലെ ഇന്റർവ്യൂവിന് പങ്കെടുക്കാനായി വീട്ടിൽ നിന്നിറങ്ങിയ ദേവൻ നേരെ പോയത് അമ്മാവന്റെ വീട്ടിലേക്കാണ്. അമ്മാവൻ രാഘവൻ ദേവനെ കണ്ട് ഭാര്യ സുമതിയെ വിളിച്ചു. ദേവൻ വന്നിട്ടുണ്ട്. രാഘവൻ തന്റെ മുൻപിൽ നിൽക്കുന്ന ദേവന്റെ മുഖത്തേക്ക് നോക്കി. ഇരിക്കടോ. ദേവൻ രാഘവന്റെ അടുത്തുള്ള കസേരയിലിരുന്നു. ദേവാ, അപ്പോ ആ ജോലിയും കളഞ്ഞൂലേ? ദേവൻ അമ്മാവനെ നോക്കി ഒരു പുഞ്ചിരി വരുത്തി. ഇയാൾക്ക് പറ്റിയൊരു പണി പറ, ഞാൻ ശരിയാക്കി തരാം. അയ്യോ, അതൊന്നും വേണ്ട മാവാ, ഞാനിന്ന് ഇന്റർവ്യൂവിന് പോവാ. അമ്മാവൻ കാണണമെന്ന് പറഞ്ഞപ്പോ ഇതുവഴി വന്നതാ. മീനാക്ഷി വാതിൽക്കൽ വന്നു നിന്നു. മനസ്സിനിണങ്ങിയ പണി എന്താച്ചാ അതങ്ങട് ചെയ്യാ. പ്രായം ഇപ്പൊ എത്രയായെന്നാ വിചാരം? ഇനിയും കളിച്ചോണ്ട് നടന്നാ ശരിയാവില്ല. ഇല്ല മാവാ, ഞാനിനി ശ്രദ്ധിച്ചോളാം. കണിയാറുടെ അടുത്ത് പോയപ്പോ പറഞ്ഞു, നിന്റെ സമയം അത്ര നല്ലതല്ലാന്ന്. നാട്ടീന്ന് ഒരു യാത്രയ്ക്ക് യോഗണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നീ ശ്രദ്ധിക്കണം. മീനാക്ഷി ഉമ്മറത്തേക്ക് വന്നു. ദേവേട്ടാ, ചായ കുടിക്കാൻ വാ. ചായ കുടിച്ചിട്ട് കൃത്യസമയത്ത് തന്നെ ഇന്റർവ്യൂവിന് പോണം. ഇനി നേരം വൈകി ചെന്നു പറഞ്ഞ് ജോലി പോവണ്ട. ദേവൻ ചായ കുടിക്കാൻ വന്നിരുന്നു. മീനാക്ഷിയുടെ അമ്മ സുമതി അടുക്കളയിലാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചായയൊന്നും വേണ്ടാന്ന്. പിന്നെ അതിനാണല്ലോ ഞാനിതൊക്കെ ഉണ്ടാക്കിയത്. ഇതൊക്കെ കഴിച്ചിട്ട് പോയാ മതി. മീനാക്ഷി ദേവന്റെ പ്ലേറ്റിലേക്ക് 3 ദോശയിട്ട് കൊടുത്തു. സാമ്പാറും ചട്നിയും ദേവന് ഇഷ്ടമുള്ള സ്പെഷ്യൽ ഉള്ളിച്ചമ്മന്തിയും മീനാക്ഷി അവനരികിലേക്ക് നീക്കിവെച്ചു. സുമതി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്നു. നന്നായി പ്രാർത്ഥിച്ചിട്ട് പോണേ മോനെ. ബൈക്കിൽ പോകുമ്പോ പതിയെ പോയാ മതി. സൂക്ഷിക്കണം, സമയം ചീത്തയാണ്. സൂക്ഷിച്ചോളാം അമ്മായി. ചായ കുടിച്ച് അവരോട് യാത്ര പറഞ്ഞുകൊണ്ട് ദേവൻ ഇന്റർവ്യൂ നടക്കുന്ന കമ്പനി ഓഫീസിലേക്ക് പുറപ്പെട്ടു. ഇന്റർവ്യൂ നടക്കുന്ന ഓഫീസിൽ ജോലിക്കായി വന്നവരിൽ ഏറ്റവും പ്രായം കുറവ് ദേവനായിരുന്നു. അവരിൽ പലരും വളരെ പരിചയസമ്പന്നരും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെൻഷൻ പറ്റിയവരുമാണ്. ഓരോരുത്തരും ഇന്റർവ്യൂ ക്യാബിനിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. ദേവന്റെ ഊഴമെത്തി. കമ്പനി ചെയർമാൻ ജോർജ് ഈപ്പൻ ഒരു മധ്യവയസ്കനാണ്. തിന്നുകൊടുത്ത അയാളുടെ ഇരുവശത്തുമായി ഒരു യുവാവും സ്ത്രീയുമുണ്ട്. ജോർജ് ഈപ്പൻ ചോദിച്ചു, യുവർ ഗുഡ് നെയിം പ്ലീസ്? ദേവൻ മഹേശ്വരൻ. ജോർജ് ഈപ്പൻ ദേവന്റെ കയ്യിലെ ഫയൽ വാങ്ങി പരിശോധിച്ചു. SSLC, +2, BCom സർട്ടിഫിക്കറ്റുകൾ നോക്കി. BCom ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ഇതുവരെ മറ്റു ജോലികളൊന്നും ശ്രമിച്ചില്ലേ? മാത്രമല്ല, തനിക്ക് ഇനിയും പഠിക്കാമായിരുന്നല്ലോ. ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലെ വിദ്യാസമ്പന്നർക്ക് ഒരു കുറവുമില്ല. അതൊരു ഫാക്റ്റാണ് ദേവൻ. ദേവന് അല്പം നിരാശ തോന്നിയെങ്കിലും അത് പ്രകടിപ്പിച്ചില്ല. എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ നാട്ടിൽ അധ്വാനിച്ച് ജീവിക്കാൻ മടിയാണ്. വിദേശത്താണെങ്കിൽ ഒരു മടിയുമില്ല താനും. ഞാൻ 2 വർഷം വിദേശത്തായിരുന്നു സർ. പിന്നെ പല ജോലിയും ചെയ്തിട്ടുണ്ട്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്ക് വിദേശത്ത് പോയി വന്നവരെ വലിയ ഇഷ്ടമാണ്. കാരണം നാട് വിട്ടു പോകുമ്പോഴാണ് പലരും നാട്ടിൽ കഴിയുന്നതിന്റെ സുഖം മനസ്സിലാക്കുന്നത്, ജീവിക്കാൻ പഠിക്കുന്നത്. ഞാനും ദുബായിലാണ്. ഇടയ്ക്ക് നാട്ടിൽ വരും. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണമല്ലോ. സി മിസ്റ്റർ ദേവൻ, താങ്കൾക്ക് ഈ ജോലിയെക്കുറിച്ച് എന്ത് ധാരണയാണുള്ളത്? അത് ധൈര്യമായിട്ട് പറഞ്ഞോളൂ. തനിക്കുള്ള ധാരണ എന്താണെന്ന് അറിയാനാണ്. ഓക്കെ സർ. പീറ്റേഴ്സൺ എസ്റ്റേറ്റ് മാനേജർ എന്ന് പറയുമ്പോൾ എസ്റ്റേറ്റിലെ കണക്കുകൾ കൈകാര്യം ചെയ്യലും ജോലിക്കാർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കലും പിന്നെ സാറിന്റെ മുൻപിൽ എല്ലാം കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുക. കൊള്ളാം. തന്റെ മറുപടിയിൽ ഞാൻ തൃപ്തനാണ്. ബട്ട് ദേവൻ, ഒരു കാര്യമുണ്ട്. താൻ ഇതുവരെ ചെയ്ത ജോലി പോലെ അല്ല ഇത്. ബിസിനസ്സാണ്. അതിന്റെ മൂലധനം വിശ്വാസവും ഉത്തരവാദിത്വവുമാണ്. അതുകൊണ്ട് 6 മാസത്തേക്ക് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ടി വരും. ഞാൻ നാളെ ദുബായിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇനി 6 മാസം കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ. ദേവൻ തലയാട്ടി. ദേവന് ഈ ജോലി ലഭിക്കുകയാണെങ്കിൽ തക്കതായ കാരണമില്ലാതെ ആ 6 മാസക്കാലം ജോലി ഉപേക്ഷിക്കാനാവില്ല. അസുഖം വന്നാൽ കമ്പനി ചെലവിൽ ചികിത്സയുണ്ടാവും. താമസിക്കാൻ എസ്റ്റേറ്റിലെ പീറ്റേഴ്സൺ ബംഗ്ലാവിനോട് ചേർന്ന് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഞാൻ പറഞ്ഞ എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ ദേവന് താല്പര്യമാണെങ്കിൽ ഇന്ന് സാറ്റർഡേ, നാളെ സൺഡേ കഴിഞ്ഞ് മറ്റന്നാൾ മൺഡേ ജോലിയിൽ പ്രവേശിക്കാം. ജോർജ് ഈപ്പൻ എഗ്രിമെന്റ് ദേവന് നേരെ നീട്ടി. ദേവൻ സ്റ്റാമ്പ് പേപ്പറിൽ തയ്യാറാക്കിയ എഗ്രിമെന്റ് വായിച്ചു നോക്കി. പ്രത്യേകിച്ചൊന്നുമില്ല. ഉത്തരവാദിത്വമുള്ള ജോലിയായതുകൊണ്ട് ജോലി ചെയ്യാൻ കഴിയാത്ത വിധം മാരകമായ അസുഖങ്ങൾ പിടിപെടുന്നതൊഴികെയുള്ള കാരണങ്ങളല്ലാതെ ജോലിയിൽ നിന്നും വിട്ടുപോകില്ല എന്നുള്ള ഉറപ്പാണ് ചോദിക്കുന്നത്. സൈൻ ചെയ്യുന്നതിന് മുൻപ് ദേവന്റെ ജോലിയെക്കുറിച്ച് ഞാൻ ചിലത് പറയാം. പീറ്റേഴ്സൺ എസ്റ്റേറ്റ്
ടോട്ടൽ 96 ഏക്കറോളം വരും. അവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് റബ്ബർ പ്ലാന്റേഷനുകളാണ്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് കൂലി ആഴ്ചയിലൊരിക്കൽ എന്ന രീതിയിലാണ് നൽകുന്നത്. അവർക്ക് റബ്ബർ പാലിൽ ഒഴിക്കാൻ വേണ്ട കെമിക്കൽ അവിടെ എത്തും. അവർക്ക് വേണ്ട ടാപ്പിംഗ് കത്തികളും മറ്റ് സാമഗ്രികളും അവിടെ എത്തും. അതെല്ലാം വൗച്ചറിൽ എഴുതി പണം നൽകണം. അതാണ് ചെലവ്. ഇനി തോട്ടം പണിക്കാരുടെ റബ്ബർ ഷീറ്റുകൾ കൊണ്ടുപോയി വിൽക്കാൻ ഡെയിലി വണ്ടിയുമായിട്ട് ഒരാൾ അവിടെ എത്തും. ജോൺകുട്ടി എന്നാണ് അയാളുടെ പേര്. അയാൾ വൈകിട്ട് ദേവന്റെ കയ്യിൽ വിൽപ്പനയുടെ ബില്ലും പണവും നൽകും. അതെല്ലാം കളക്ട് ചെയ്യണം. ഓരോ ആഴ്ചയിലും ബുധനാഴ്ച ദിവസം കൃത്യമായി ആ പണം ബാങ്ക് വഴി കമ്പനി അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ബില്ലുകൾ കമ്പനി മെയിൽ ഐ ഡിയിലേക്ക് അയക്കണം. റബ്ബറിന് പുറമെ കരിമ്പ്, പൈനാപ്പിൾ, ഇഞ്ചി തുടങ്ങി പല കൃഷികളുമുണ്ട്. അതിന്റെ എല്ലാം ചിലവും വരവും താൻ ജോൺകുട്ടിയിൽ നിന്നും വൗച്ചറിൽ വാങ്ങി സൂക്ഷിക്കണം. ഇതൊക്കെയാണ് തന്റെ ജോലി. നല്ലപോലെ ആലോചിച്ചിട്ട് സൈൻ ചെയ്തോളൂ. ഇനിയും സമയമുണ്ട്. ജോർജീപ്പൻ ക്യാബിന് പുറത്തുള്ള ആളുകളെ ചരിഞ്ഞു നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത്. 2-3 തവണ എഗ്രിമെന്റ് വായിച്ചു നോക്കിയതിനു ശേഷം ദേവനത് സൈൻ ചെയ്തു കൊടുത്തു. ജോർജീപ്പൻ എഴുന്നേറ്റ് നിന്നു. ദേവനും എഴുന്നേറ്റു. ജോർജീപ്പൻ ദേവനെ ഹസ്തദാനം ചെയ്തു. ഓൾ ദി ബെസ്റ്റ് മിസ്റ്റർ ദേവൻ. ജോർജീപ്പൻ ദേവന് വിസിറ്റിംഗ് കാർഡും എസ്റ്റേറ്റ് കാർഡും ഒരു കൂട്ടം താക്കോലുകളും നൽകി. ഓക്കെ, ശരി. വേറെ എന്തെങ്കിലും ഉണ്ടേ ഞാൻ ഫോണിൽ പറയാം. യു ഡോണ്ട് വറി. ഓക്കെ? ഓക്കെ സർ, താങ്ക് യു. ദേവൻ വീട്ടിലെത്തിയപ്പോൾ മുതൽ അമ്മ സുഭദ്രയ്ക്ക് എന്തോ വല്ലാത്ത വിഷമമാണ്. ആ എസ്റ്റേറ്റിൽ എന്റെ മോൻ ഒറ്റയ്ക്ക് എങ്ങനെ കഴിയും? ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലമ്മേ. തൃശൂർ പാലക്കാട് അതിർത്തിയിലാണ് ഈ എസ്റ്റേറ്റ്. ഗൾഫിലൊന്നും അല്ലാലോ. കാടല്ലേ, അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നാലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കിത്തരാൻ ആരാ അവിടെ ഉണ്ടാവുക? അതിനൊക്കെ ആളുകൾ കാണുമമ്മേ. അല്ലെങ്കിൽ ഞാൻ വെച്ചു കഴിച്ചോളാം. എനിക്ക് ഒരു സമാധാനവും ഇല്ല. സുഭദ്ര തന്റെ മൂത്ത ആങ്ങളയായ രാഘവനെ വിളിച്ചു. നീ എന്താ ഈ പറയണേ? അവനെന്താ കൊച്ചുകുട്ടിയാണോ? നിങ്ങൾ എല്ലാരും കൂടി അവനെ വഷളാക്കണ്ട. സുഭദ്ര ആങ്ങളയോട് സംസാരിച്ച് ഫോൺ വെച്ചു. മുത്തശ്ശി ദേവന്റെ ബാഗിൽ എന്തോ ചില്ലുകുപ്പികൾ എടുത്തു വെച്ചു. അതെന്താ മുത്തശ്ശി? ലേശം കടുമാങ്ങ വെച്ചതാ, ഇച്ചിരി വാടോ പുളിയും. ആഹാ, അപ്പോൾ ഇനി ചോറ് മാത്രം നോക്കിയാ മതിയില്ലേ? പോകുമ്പോൾ സുഭദ്രയുടെ ചുമലിൽ ദേവൻ കൈവച്ചു. ദേവൂട്ടിയുടെ മൂക്കു പിടിച്ച് ചുവപ്പിച്ചു. പോട്ടേടി. ദേവൻ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് മീനാക്ഷിക്കൊരു മെസ്സേജ് അയച്ചു. എത്തിയിട്ട് മെസ്സേജ് അയക്കാൻ അവളിൽ നിന്ന് റിപ്ലൈ ഉടനടി വന്നു. പിന്നെ അവന്റെ ഹൃദയത്തെ തഴുകിത്തലോടാൻ പാകത്തിന് കുറെ സ്മൈലികളും. ദേവൻ ഒരിക്കൽ കൂടി എല്ലാവരെയും നോക്കി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. പീറ്റേഴ്സൺ ബംഗ്ലാവിലേക്കുള്ള വഴി തെറ്റാതെ ഇരിക്കാൻ ദേവനിടയ്ക്ക് ഗൂഗിൾ മാപ്പ് നോക്കിയിരുന്നു. ഏറെ ദൂരം യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോൾ സമയം ഉച്ച കഴിഞ്ഞിരുന്നു. എസ്റ്റേറ്റിന്റെ മുൻപിൽ വലിയൊരു ഗേറ്റുണ്ട്. ഗേറ്റിനോട് ചേർന്ന് എസ്റ്റേറ്റിന് ചുറ്റും കമ്പിവേലി കെട്ടിയിരിക്കുന്നു. ദേവൻ തനിക്ക് കമ്പനി നൽകിയ താക്കോൽ കൂട്ടങ്ങളിൽ നിന്ന് യോജിച്ച ഒരെണ്ണമെടുത്ത് ഗേറ്റ് തുറന്നു. വളരെ ഹരിതാഭമായ ശാന്തമായ അന്തരീക്ഷം. പീറ്റേഴ്സൺ ബംഗ്ലാവിലേക്കുള്ള വഴിയുടെ ഇരുവശത്തും വലിയ റബ്ബർ തോട്ടങ്ങളാണ്. ആ തോട്ടങ്ങളിൽ മഞ്ഞക്കിളിയും നാഗമോഹൻ പക്ഷികളും പാറി നടക്കുന്നു. ഇതാണ് ഞാൻ കാത്തിരുന്ന സ്ഥലം, എന്റെ സ്ഥലം, ദേവൻ മനസ്സിൽ പറഞ്ഞു. ദേവൻ കുറച്ചു ദൂരം കൂടി യാത്ര ചെയ്ത് ബംഗ്ലാവിന്റെ പ്രഥമ കവാടത്തിന് മുൻപിലെത്തി. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പടുകൂറ്റൻ ബംഗ്ലാവിൽ ആംഗലേയ വാസ്തുവിദ്യയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏതോ കാലഘട്ടത്തിന്റെ സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയായി തല ഉയർത്തിക്കൊണ്ട് നിൽക്കുകയാണ് ആ കെട്ടിടം. ദേവൻ ബംഗ്ലാവിന്റെ ഗേറ്റ് തുറക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ബംഗ്ലാവിന് മുൻപിൽ ഓടുമേഞ്ഞ മറ്റൊരു കെട്ടിടം ദേവൻ ശ്രദ്ധിച്ചത്. വളരെ മനോഹരമായ ഒരു കൊച്ചു വീട്. പശുവിന്റെ ചുവട്ടിൽ നിൽക്കുന്ന കിടാവിനെ പോലെ ആ കൂറ്റൻ ബംഗ്ലാവിന്റെ അരികിൽ നിൽക്കുന്ന ആ ചെറുവീട് ദേവൻ കൗതുകത്തോടെ നോക്കി. തുരുമ്പ് കയറിയ ബംഗ്ലാവിന്റെ ഗേറ്റിന്റെ പൂട്ട് തുറക്കാൻ ദേവൻ പാടുപെട്ടു. ഇത്രയും പണമുള്ളവർക്ക് ഈ ഗേറ്റിന്റെ പൂട്ടൊന്ന് മാറ്റിക്കൂടെ? ദേവൻ സ്വയം പിറുപിറുത്തു. ഒടുവിൽ ബംഗ്ലാവിന്റെ ഗേറ്റ് തുറക്കപ്പെട്ടു. അതേസമയം ദേവൻ തുറന്നടയ്ക്കാൻ മറന്ന എസ്റ്റേറ്റിന്റെ ഗേറ്റ് അടഞ്ഞത് ആരും